ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറിയുടെ 16ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അല്ലേ? നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു? ലെറ്റർ എ, ലെറ്റർ ബി, ഈ രണ്ട് ലെറ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോ നമ്മൾക്ക് ഇന്ന് ഏത് ലെറ്ററാ പഠിക്കേണ്ടത്? ലെറ്റർ ബി കഴിഞ്ഞു വരുന്ന ലെറ്ററാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടത്. അതേത് ലെറ്ററാ? ടീച്ചർ പറഞ്ഞുതരാം, എല്ലാവരും കേട്ടോളൂ. എ, ബി, സി. ഏത് ലെറ്ററാ? സി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ സി. അപ്പോ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സും ഉണ്ട് അല്ലേ? അപ്പോ ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണതല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ലെറ്ററിന്റെ പേരെന്താണ്? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. അപ്പോ എന്റെ കുഞ്ഞു മക്കൾക്ക് ആദ്യം ടീച്ചറെ ലെറ്റർ സി പരിചയപ്പെടുത്തി തരാട്ടോ. ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും ടീച്ചർ കാണിച്ചു തരാം. ഇതാ, എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കോ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇതേത് ലെറ്ററാ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ക്യാപിറ്റൽ ലെറ്റർ സി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഇതാ, ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ സി കാണല്ലേ? ഇതാണ് സ്മോൾ ലെറ്റർ സി. എന്താണ്? സ്മോൾ ലെറ്റർ സി. അപ്പോ ഇതേത് ലെറ്ററാ? ലെറ്റർ സി. എല്ലാരും ഉറക്കെ പറഞ്ഞേ, ഇതേത് ലെറ്ററാ? ലെറ്റർ സി. ഇനി നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് ലെറ്റർ സി എഴുതാൻ പഠിക്കണം അല്ലേ? അപ്പോ ടീച്ചറെ ബോർഡിൽ എഴുതി കാണിച്ചു തരാം. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. നമ്മൾക്ക് ആദ്യം ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാട്ടോ. ക്യാപിറ്റൽ ലെറ്റർ സി. അപ്പോ നമ്മൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ സി ആണ് എഴുതാൻ പഠിക്കാൻ പോണത്. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കേവ് മാത്രമാണ് വേണ്ടത്. അത് ഏത് കേവാണ്? നമ്മൾ ലെഫ്റ്റ് ഓപ്പൺ കേവ് പഠിച്ചു, റൈറ്റ് ഓപ്പൺ കേവ് പഠിച്ചു, അപ്വേർഡ് ഓപ്പൺ കേവ് പഠിച്ചു, ഡൗൺവേർഡ് ഓപ്പൺ കേവ് പഠിച്ചു. അപ്പോ നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാൻ വേണ്ടിയിട്ട് ഏത് കേവാ വേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരാം. നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാൻ വേണ്ടിയിട്ട് റൈറ്റ്, അതായത് ഇത് വലതു ഭാഗമാണ് അല്ലേ? വലതുഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വരയാണ് വേണ്ടത്. അതിനെ നമ്മൾ എന്ത് പറയും? റൈറ്റ് ഓപ്പൺ കർവ്. അപ്പൊ എങ്ങനെയാ വരയ്ക്ക? വലതുഭാഗത്തു നിന്നും തുടങ്ങി ഇങ്ങനെ വളഞ്ഞു വന്ന് വലതുഭാഗത്തു തന്നെ ഇങ്ങനെ അവസാനിപ്പിക്കുക. അപ്പോ ഇതേത് ലെറ്ററായി? ക്യാപിറ്റൽ ലെറ്റർ സി. എല്ലാരും ഉറക്കെ പറഞ്ഞേ, ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ സി. നമ്മള് ഇതില് ഈ കേവ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് ഓപ്പൺ കേവ് വരച്ചാൽ ഏത് ലെറ്ററായി? ക്യാപിറ്റൽ ലെറ്റർ സി. അപ്പൊ എങ്ങനെയാ വരച്ച് എഴുതിയത് നമ്മള്? capital letter C,
ക്യാപിറ്റൽ ലെറ്റർ സി. എല്ലാവരും ഇങ്ങനെ പറഞ്ഞോണ്ട് എഴുതണം കേട്ടോ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സി. ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ? ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞെഴുതും? ക്യാപിറ്റൽ ലെറ്റർ സി. കുറച്ച് വലിങ്ങനെ എഴുതണം കേട്ടോ. വലിയ അക്ഷരമായതുകൊണ്ട് ഇത് കുറച്ച് വലുതായിട്ട് എഴുതണം. ക്യാപിറ്റൽ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്? ഇനി ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാൻ പഠിച്ചോ. ഇനി ക്യാപിറ്റൽ ലെറ്റർ സിയുടെ സ്മോൾ ലെറ്റർ സി എഴുതാൻ പഠിക്കണം അല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുപോലെ തന്നെയാണ്. ഇതിന്റെ കുഞ്ഞു സി വരച്ചാല് സ്മോൾ ലെറ്റർ സി ആയി. അപ്പൊ ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ സി ആണ് അല്ലെ എഴുതാൻ പഠിക്കേണ്ടത്. സ്മോൾ ലെറ്റർ സി. ഇത് ക്യാപിറ്റൽ ലെറ്റർ സി, ഇത് സ്മോൾ ലെറ്റർ സി. എങ്ങനെയാ? ഇതേപോലെ തന്നെ അല്ലേ? ഇതിന്റെ കുഞ്ഞു കർവാണ് സ്മോൾ ലെറ്റർ സി. എങ്ങനെയാ എഴുതാ? റൈറ്റ് ഓപ്പൺ കർവ് തന്നെയാണ്. ചെറുതായി ഇങ്ങനെ സ്മോൾ ലെറ്റർ സി. ഇതാണ് റൈറ്റ് ഓപ്പൺ കർവ്. കുഞ്ഞ് റൈറ്റ് ഓപ്പൺ കർവാണ് സ്മോൾ ലെറ്റർ സി. കുഞ്ഞ് റൈറ്റ് ഓപ്പൺ കർവ് വരച്ചാൽ എന്തായി? സ്മോൾ ലെറ്റർ സി. എല്ലാവരും പറഞ്ഞോണ്ട് എഴുതണം കേട്ടോ. സ്മോൾ ലെറ്റർ സി. സ്മോൾ ലെറ്റർ സി. സ്മോൾ ലെറ്റർ സി. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും തമ്മിലുള്ള വ്യത്യാസം എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? എങ്ങനെയാ? ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുമ്പോ കുറച്ച് വലുതായിട്ട് നമ്മൾ എഴുതും. സ്മോൾ ലെറ്റർ സി എഴുതുമ്പോ കുറച്ച് ചെറുതായിട്ട് നമ്മൾ എഴുതും അല്ലെ? അപ്പൊ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ സി, ഇത് സ്മോൾ ലെറ്റർ സി. എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെയാ എഴുതാൻ പഠിക്കുക? ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം കേട്ടോ. സ്മോൾ ലെറ്റർ സി എഴുതുമ്പോ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം കേട്ടോ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾക്ക് ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ സി. എന്താണ്? ലെറ്റർ സി. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാനും പഠിച്ചു, സ്മോൾ ലെറ്റർ സി എഴുതാനും പഠിച്ചു അല്ലേ? അപ്പൊ എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാ എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇതേത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ സി. ഇത് സ്മോൾ ലെറ്റർ സി. അപ്പൊ എന്റെ കുഞ്ഞുമക്കള് ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറഞ്ഞെഴുതുക. അതുപോലെ സ്മോൾ ലെറ്റർ സി എന്ന് എഴുതുമ്പോ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞോണ്ട് എഴുതാട്ടോ. എല്ലാവരും നന്നായി എഴുതി പഠിക്കാട്ടോ. കുഞ്ഞുമക്കളെ, ടീച്ചറെ ബോർഡില് കുറച്ച് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? നമ്മൾ പഠിച്ച ലെറ്റേഴ്സും ഉണ്ട്, പഠിക്കാത്ത ലെറ്ററും ഉണ്ട്. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? നമ്മൾ ഇന്ന് ഏത് ലെറ്ററാ പഠിച്ചേ? ലെറ്റർ സി. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ഇതിൽ നിന്നും സി എന്ന ലെറ്റർ കണ്ടുപിടിക്കണം. ആദ്യം ഏത് ലെറ്റർ ആണെന്ന് അറിയോ? ക്യാപിറ്റൽ ലെറ്റർ സി. എന്റെ കുഞ്ഞുമക്കൾ ഇങ്ങോട്ട് നോക്കിയേ. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ സി ഉണ്ടോ? ഒന്ന് നോക്കിയേ. ഇതാണോ ക്യാപിറ്റൽ ലെറ്റർ സി? ഇതാണോ? അല്ല അല്ലേ? ഇതാണോ ക്യാപിറ്റൽ ലെറ്റർ സി? ഇതും അല്ല. ഇതാണോ ക്യാപിറ്റൽ ലെറ്റർ സി? അല്ല അല്ലേ? ഇതാണോ ക്യാപിറ്റൽ ലെറ്റർ സി? എല്ലാവരും ഒന്ന് നോക്കിയേ. വലതുഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വരയാണല്ലേ? അപ്പൊ ഇത് ഏത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ സി. നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇനി നമ്മൾക്ക് ഏത് ലെറ്ററാ കണ്ടുപിടിക്കേണ്ടത്? സ്മോൾ ലെറ്റർ സി. അപ്പൊ കുഞ്ഞുമക്കൾ നോക്കിയേ, ഇതില് സ്മോൾ ലെറ്റർ സി ഉണ്ടോ നോക്കിയേ. ഒന്നെല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാണോ? ഇതാണോ? അല്ല അല്ലേ? ഇതാണോ? ഇതാണോ?
അല്ല. ഇതാണോ സ്മോൾ ലെറ്റർ സി? ആണോ? ആ, ഇതാണല്ലേ വലിയ അക്ഷരം സിയുടെ കുഞ്ഞക്ഷരം സി ആണ് സ്മോൾ ലെറ്റർ സി. അപ്പൊ നമ്മള് സ്മോൾ ലെറ്റർ സിയും കണ്ടുപിടിച്ചല്ലേ? ആ, ഏതാണ്? ഇതാ. ഇതേത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ സി. ഇത് സ്മോൾ ലെറ്റർ സി. എല്ലാരും ഉറക്കെ പറഞ്ഞേ. ഇതേത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ സി. ഇത് സ്മോൾ ലെറ്റർ സി. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? ദാ എല്ലാരും നോക്കിക്കോ, നമ്മള് പഠിച്ച ലെറ്റേഴ്സ് വേറെ ഉണ്ടല്ലോ. ഒന്ന് നോക്കിയേ, ഏതൊക്കെ ലെറ്റേഴ്സ് ആണുള്ളത്? ആ, ഇതാ. ഇതേത് ലെറ്റർ ആണ്? എന്റെ കുഞ്ഞുമക്കള് പറഞ്ഞേ, ഇതേത് ലെറ്ററാ? ആ, ക്യാപിറ്റൽ ലെറ്റർ എ. ഏത് ലെറ്ററാ? നമ്മൾ കണ്ടുപിടിച്ചല്ലേ, നമ്മൾ പഠിച്ച ലെറ്റർ. ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ ആദ്യത്തെ ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ എ. ഇനി ഈ ക്യാപിറ്റൽ ലെറ്റർ എന്റെ സ്മോൾ ലെറ്റർ എ ഉണ്ടോ? ഉണ്ടോ? ഒന്ന് നോക്കിയേ. ആ, ഉണ്ടല്ലേ. അതിനടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഏതാ? ആ, ഇതാണ് സ്മോൾ ലെറ്റർ എ. അപ്പോ ഇനിയുണ്ടോ നമ്മൾ പഠിച്ച ലെറ്റർ ഇതില്? ഒന്ന് നോക്കിയേ. ഇത് ലെറ്റർ എ, ഇത് ലെറ്റർ സി. ഇത് ഏത് ലെറ്ററാ? ഇത് നമ്മൾ പഠിച്ച ലെറ്റർ ആണോ? ഇല്ല അല്ലെ, ഇത് നമ്മൾ പഠിച്ചില്ല അല്ലെ. ഇത് ഏത് ലെറ്ററാ? ഇത് നമ്മൾ പഠിച്ച ലെറ്റർ ആണോ? ആ, ഇത് നമ്മൾ പഠിച്ച ലെറ്റർ ആണല്ലേ. ഏത് ലെറ്ററാ? ഈ ലെറ്ററിന്റെ പേരെന്താ? ആ, എ കഴിഞ്ഞു വരുന്ന ലെറ്റർ. എ കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാ? എ ബി. അപ്പോ നമ്മള് ബി എന്ന ലെറ്ററും കണ്ടുപിടിച്ചല്ലേ. ഇത് ഏത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ ബി. അപ്പോ നമ്മള് ക്യാപിറ്റൽ ലെറ്റർ ബി കണ്ടുപിടിച്ചു. ഇനി ക്യാപിറ്റൽ ലെറ്റർ ബിയുടെ സ്മോൾ ലെറ്റർ ബി ഉണ്ടോ? എന്റെ കുഞ്ഞുമക്കളെ നോക്കിയേ. ഉണ്ടല്ലേ. അതിനടുത്ത് തന്നെ ടീച്ചർ എഴുതിയിട്ടുണ്ടല്ലേ. ആ, ഇതാണ് സ്മോൾ ലെറ്റർ ബി. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് നമ്മൾ ഇതിൽ നിന്നും കണ്ടുപിടിച്ചല്ലേ. ഏതൊക്കെ ലെറ്റേഴ്സാ? ഒന്നെല്ലാവരും പറയണേ. ഇതാ നോക്കിക്കോ. ഇതാ, ഇത് ഏത് ലെറ്ററാ? ആ, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി. ഇത് സ്മോൾ ലെറ്റർ ബി. ഇതേത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ സി. ഇത് സ്മോൾ ലെറ്റർ സി. അപ്പോ നമ്മള് 3 ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞല്ലേ. ഏതൊക്കെയാണ്? ലെറ്റർ എ, ലെറ്റർ ബി, ലെറ്റർ സി. ഇങ്ങനെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ 3 ലെറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ഇത് ലെറ്റർ എയും ലെറ്റർ ബിയും ലെറ്റർ സിയും നന്നായി എഴുതി പഠിക്കാട്ടോ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? ലെറ്റർ സി. അപ്പോ സി എന്ന ലെറ്റർ എന്റെ കുഞ്ഞുമക്കള് നന്നായി എഴുതി പഠിക്കാട്ടോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചത് ലെറ്റർ സി ആണ്. ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയുമാണ് ഇന്ന് കുട്ടികളെ എഴുതാൻ പഠിപ്പിച്ചത്. അപ്പോ നമ്മളെ കുഞ്ഞു മക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ കുത്തുകൾ ഇട്ടിട്ട് 1, 2, 3 പേജ് നിറയെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലൂടെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇങ്ങനെ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതിപ്പിക്കുക. ഡയറക്ഷനും കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ഇങ്ങനെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ എഴുതിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പരിചയപ്പെടാം. അതുവരേക്കും ടാറ്റാ.